കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ 2-ാം തീയതി, അതായത് തിങ്കളാഴ്ച രാവിലെ 1 മണിക്കിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായ ഒരു സംഭവമാണ്. ഏത് ജില്ലയിലും അതിന് പ്രാധാന്യമുണ്ട്. കാരണം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ പേര് തുടക്കം മുതൽ തന്നെ പരാമർശിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. അദ്ദേഹം നൽകിയ മൊഴിയിൽ ഒരു രീതിയിലുള്ള സത്യസന്ധതയും ഇല്ല എന്ന് തുറന്നടിച്ച ഒരു അവസ്ഥയുണ്ടായിരുന്നു. മഞ്ജുഷ എന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെ കുറിച്ച് കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയുമായിരുന്നു. രാത്രി 1 മണിക്ക് ഇദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കമൻറ്റിൽ നോക്കിയാൽ കൃത്യമായി അതിനുള്ള മറുപടി പലരും കൊടുത്തിട്ടുണ്ട്. രാത്രി ഇങ്ങനെയൊക്കെ വൈകി ഉറങ്ങണമെങ്കിൽ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. കഠിനാധ്വാനിയായ ഈ ജില്ലാ കളക്ടർ കൃത്യമായും വലിയ തോതിൽ പണിപ്പെടുകയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അംബാനെ എന്നുള്ള രീതിയിൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയ ട്രോളുകൾ വന്നിരിക്കുകയാണ്. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനോട് കമന്റ് ബോക്സിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായും അദ്ദേഹത്തിനെ ഏറിൽ കയറ്റുന്ന രീതിയിലാണ്. ദിവ്യച്ചിക്ക് സുഖമാണോ എന്ന് തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. നമുക്കറിയാം, പി ദിവ്യ നവീൻ ബാബുവിനെ അപമാനിക്കുമ്പോൾ സദാ പുഞ്ചിരിയോടുകൂടി വലിയ തോതിൽ സന്തോഷവാനായി ഇരുന്ന ഒരേ ഒരു വ്യക്തി ജില്ലാ കളക്ടർ അരുൺ കെ വിജയനാണ്. പി ദിവ്യയ്ക്ക് എല്ലാ രീതിയിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്ത് നവീൻ ബാബുവിനെ പരമാവധി തേജോവധം ചെയ്യാൻ അതിനുവേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും അതിനെ എല്ലാ രീതിയിലും തൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു നടപടിയായിരുന്നു കളക്ടർ അരുൺ കെ വിജയൻ്റേതെന്ന് നിരവധിയായ സാഹചര്യങ്ങളിൽ ഫൂട്ടേജ് കണ്ടവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഡിസംബർ 6-ാം തീയതി ഹൈക്കോടതിയിൽ കൃത്യമായും നവീൻ ബാബു കേസിൻ്റെ കേസ് ഡയറി സബ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വലിയ തോതിൽ കുരുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനേക്കാൾ പ്രാധാന്യമെന്നത് അരുൺ കെ വിജയൻ മൊഴിമാറ്റി പറയുന്ന രീതി അവലംബിച്ചതാണ്. കൃത്യമായും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കാര്യമല്ല പിന്നീട് മനുഷ്യാവകാശ കമ്മീഷനോട് പറഞ്ഞതെന്ന് വ്യക്തമായിരുന്നു. ഏകീത IAS ചില റിപ്പോർട്ടുകൾ സർക്കാർ പൂഴ്ത്തിവെക്കാൻ ശ്രമിക്കുന്നത് ജില്ലാ കളക്ടറെയും ജില്ലാ ഭരണകൂടത്തെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണെന്ന് തുടക്കം മുതൽ തന്നെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരെ വലിയ ഗുരുതരമായ ആരോപണമാണ് മഞ്ജുഷയും നവീൻ ബാബുവിൻ്റെ സഹോദരനായ പ്രവീൺ ബാബു തുടക്കം മുതൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട് എന്ന് പ്രവീൺ ബാബു തുടക്കം മുതൽ തന്നെ സംശയം പ്രകടിപ്പിച്ച സാഹചര്യമായിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇദ്ദേഹം അർദ്ധരാത്രി 1 മണിക്കിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് വലിയ തോതിൽ ട്രോളുകൾ വരുന്നത്. ഈ അർദ്ധരാത്രിയും കഠിനാധ്വാനം ചെയ്യുന്ന ഇത്രയേറെ ബുദ്ധിമുട്ടുന്ന ഒരു ജില്ലാ കളക്ടർ സമാനതകളില്ലാത്ത ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ട്രോളി വശംവദനാക്കിയിരിക്കുകയാണ്.